രാജീവ് ചന്ദ്രശേഖരന്റെ കോർപ്പറേറ്റ് ശൈലിക്കെതിരെ ബി.ജെ.പി. ഇൻചാർജ് യോഗത്തിൽ വിമർശനമുണ്ടായിരിക്കുന്നു. കമ്പനി പോലെ പാർട്ടി പ്രവർത്തനം നടത്തരുത്, അധിക ജോലി സമ്മർദ്ദം കാരണം മണ്ഡലം പ്രസിഡന്റുമാർ രാജിക്ക് ഒരുങ്ങിയെന്ന് ഇൻചാർജുമാർ ആരോപിച്ചു. രാജീവ് ചന്ദ്രശേഖരന്റെ പിന്തുണയുമായി അതേസമയം എം.ടി. രമേശും എസ്. സുരേഷും രംഗത്ത് വന്നു. പ്രശാന്ത് കൃഷ്ണയിരുന്നു. പ്രശാന്ത്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ആരോപണങ്ങൾ ശക്തമായി ഇൻചാർജുമാരുടെ ഭാഗത്തു നിന്നും ഉയർന്നത്? പ്രശാന്ത്, പ്രധാനമായും കഴിഞ്ഞ ദിവസം ഇൻചാർജുമാരുടെ ഈ യോഗം ചേർന്നിരുന്നു. ഈ ഓൺലൈൻ യോഗത്തിലാണ് ഇത്തരം വിമർശനങ്ങൾ വന്നത്. രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു കോർപ്പറേറ്റ് കമ്പനി നടത്തുന്നത് പോലെ ഈ മണ്ഡലം പ്രസിഡന്റുമാർക്ക് ഈ ചുമതലകൾ അല്ലെങ്കിൽ പ്രവർത്തന ചുമതലകൾ നൽകുന്നു. ഇതിൽ ഓവർലോഡാണ് എന്ന വിമർശനമാണ് പ്രധാനമായും വന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലം ഇൻചാർജുമാർ അതിനുള്ള അതൃപ്തികൾ രേഖപ്പെടുത്തുകയും ചെയ്തു. കാരണം ഒട്ടനവധി പ്രവർത്തനങ്ങൾ മണ്ഡലം പ്രസിഡന്റുമാർ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്. ഗാന്ധി ജയന്തി വരെ നീണ്ടു നിൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് നീണ്ടു നിൽക്കുന്ന 15 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയുണ്ട്. ഇതിന് പുറമെ ശില്പശാലയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പോൾ ഓണവും ശ്രീകൃഷ്ണ ജയന്തിയും എല്ലാം ഇവർക്കുമുണ്ട്. ഇവരാരും പ്രതിഫലം വാങ്ങി പ്രവർത്തിക്കുന്നവരല്ല മണ്ഡലം പ്രസിഡന്റുമാർ. അതുകൊണ്ട് തന്നെ പലരും ഈ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പോലും തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് തിരുവനന്തപുരത്തു നിന്നുള്ള ഈ പല ഇൻചാർജുമാരും ഈ യോഗത്തിൽ ഇന്നലെ അഭിപ്രായപ്പെട്ടത്. അത് ഈ പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത്, ശില്പശാലകളാണെങ്കിലും വാർഡ് കൺവെൻഷനുകളാണെങ്കിലും കൃത്യസമയത്ത് നടക്കാത്തതിനുള്ള വിമർശനം സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ഉന്നയിച്ചപ്പോഴായിരുന്നു ഈ മണ്ഡലം പ്രസിഡന്റുമാർക്കുള്ള അമിതഭാരം, ഓവർലോഡ്, അതുപോലെ തന്നെ ഈ കോർപ്പറേറ്റ് കമ്പനി ശൈലിയിലുള്ള പ്രവർത്തന രീതി, ഇതിനെതിരെയെല്ലാമുള്ള വിമർശനം ഓൺലൈൻ യോഗത്തിലുണ്ടായത്. എന്തായാലും കുറച്ചധികം നാളായി പുകയുന്ന ഈ പുതിയ പ്രവർത്തന ശൈലിയിലുള്ള വിമർശനമാണ് കഴിഞ്ഞ ദിവസത്തെ ഓൺലൈൻ യോഗത്തിലുണ്ടായത്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരം നൽകിയത്. രാജീവ് ചന്ദ്രശേഖരൻ്റേത് കോർപ്പറേറ്റ് ശൈലിയാണ്, സമ്മർദ്ദം കൊണ്ട് സഹിക്കാൻ വയ്യ എന്നാണ് നേതാക്കളുടെ വിമർശനം.